മനുഷ്യന്റെ സംസ്കാരത്തിനും ജീവിത സൗന്ദര്യത്തിനും ഒഴിവാക്കാനാവാത്ത സവിശേഷ ഗുണമാണ് ശുചിത്വം. ഈ ശുചിത്വത്തിന്റെ ആവശ്യകതയെ മുൻനിർത്തി കേരളത്തിൽ ധാരാളം പദ്ധതികളും പ്രവർത്തനങ്ങളും വന്നിട്ടുണ്ട്. മാലിന്യമുക്ത കേരള പരിപാടി ലക്ഷ്യമിട്ടിരിക്കുന്ന നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ പ്രാപ്തരാക്കുന്നതിന് ശുചിത്വ മിഷൻ പ്രവർത്തിച്ചു വരുന്നു. എന്നാൽ സ്വന്തം വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുമ്പോഴും പൊതുസ്ഥലങ്ങൾ വൃത്തിയായി സൂക്ഷിക്കാൻ പലരും താൽപ്പര്യം കാണിക്കാറില്ല. ജനസാന്ദ്രത കൂടിയ പ്രദേശങ്ങളിലും പൊതുസ്ഥലങ്ങളിലും അലക്ഷ്യമായി വലിച്ചെറിയപ്പെടുന്ന മാലിന്യങ്ങൾ പൊതുജനങ്ങൾക്കും അവ കൈകാര്യം ചെയ്യുന്ന ശുചീകരണ തൊഴിലാളികൾക്കും ജോലിഭാരം കൂട്ടുകയും ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്നു. കൊല്ലം ബീച്ച് വളരെ തിരക്കേറിയ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ആളുകൾ കൂടുന്നതനുസരിച്ച് അവിടെ നിക്ഷേപിക്കപ്പെടാൻ സാധ്യതയുള്ള മാലിന്യത്തിന്റെ അളവും വളരെയധികം കൂടുന്നു. ഈ മാലിന്യങ്ങളെല്ലാം ശേഖരിച്ച് ബീച്ച് വൃത്തിയായി സൂക്ഷിക്കാൻ നിലവിൽ ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൽ നിന്ന് നിയമിക്കപ്പെട്ട 3 ക്ലീനിംഗ് സ്റ്റാഫ് മാത്രമാണുള്ളത്. ഇന്നത്തെ എപ്പിസോഡിൽ ഇവരുടെ ജോലിഭാരത്തെക്കുറിച്ചും അത് കാരണമുണ്ടാകുന്ന പ്രയാസങ്ങളെക്കുറിച്ചും അവർ സംസാരിക്കുന്നു. കച്ചവടക്കാരുടെ മാലിന്യങ്ങൾ, സന്ദർശകർ കഴിക്കുന്ന ആഹാരത്തിന്റെ അവശിഷ്ടങ്ങൾ, കുടിവെള്ളത്തിന്റെ ബോട്ടിലുകൾ, രാത്രികാലങ്ങളിൽ വാഹനങ്ങളിൽ നിന്നെറിയുന്ന പലതരം മാലിന്യങ്ങൾ നിറഞ്ഞ പ്ലാസ്റ്റിക് കവറുകൾ, കടലിൽ നിന്നും കരയ്ക്കടിക്കുന്ന മാലിന്യങ്ങൾ, ഇവയെല്ലാം വിശാലമായ ബീച്ചിൽ നിന്നും വൃത്തിയാക്കേണ്ട ചുമതല ഈ 3 പേർക്കാണ്. അനേക വർഷങ്ങളായി കൊല്ലം ബീച്ചിലെ ശുചീകരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ശ്രീമതി സൈനബി ജോലിയിൽ നേരിടുന്ന ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പങ്കുവയ്ക്കുന്നു. ഞാൻ സൈനബി, പുള്ളിക്കട കോളനിയിൽ നിന്നാണ് വരുന്നത്. 2005 ഇവിടെ ജോലിക്കെടുത്തത് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട്. അന്ന് മുതലേ ഞങ്ങൾ ബോട്ടിയെട്ടി, ജഡായുപ്പാറ, കൊല്ലം ബീച്ച്, അഡ്വഞ്ചർ പാർക്ക്, ആശ്രാമം, ചിൽഡ്രൻസ് പാർക്ക് എല്ലാം DTPC ആവശ്യപ്പെടുന്ന എല്ലാ ഭാഗങ്ങളിലും ഞങ്ങൾ ജോലി ചെയ്യുന്നുണ്ട്. നമ്മൾ അന്ന് ആദ്യം 10 പേരെ എടുത്തത്. പിന്നീട് ആ ജോലി കണ്ടുകൊണ്ട് ഇന്ന് 63 പേര് വരെ എത്തി നിൽപ്പുണ്ട്. പക്ഷേ ജോലി ചെയ്യാൻ ആൾ കുറവാണ്. ശമ്പളം മേടിക്കാൻ 63 പേരുണ്ടെങ്കിലും ജോലിക്ക് ആളില്ല. പഴയ ക്ലീനിങ് ചെയ്യാനായിട്ട് കുറച്ച് പേരെയുള്ള പഴയ ആളുകൾ മാത്രമേ ഉള്ള ജോലി ചെയ്യാൻ. അന്നത്തെ ആരോഗ്യം ഇന്നും അവരുടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. പിന്നെ ഇതിൽ പലരും അസുഖക്കാരും ഉണ്ട്, വിധവകളുണ്ട്. നമുക്ക് കിട്ടുന്ന വേതനം എന്ന് പറഞ്ഞാൽ 13,500. അത് കാലങ്ങൾ കൊണ്ട് പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ 13,500 എത്തി നിൽക്കുന്നത്. ഈ പൈസ നമുക്ക് ഒന്നിനും തികയത്തില്ല. അറിയാലോ, വർദ്ധിച്ചു വരുന്ന വിലക്കയറ്റം, പിന്നെ നമ്മുടെ മറ്റ് ഗ്യാസ്, മറ്റുള്ള ഉപകരണം, മക്കളെ പഠിപ്പിക്കുന്ന, കുഞ്ഞുങ്ങളുടെ കല്യാണം, പിന്നെ നമ്മൾ പുറംപോക്ക് വീടുകളിലാണ് താമസിക്കുന്നത്. എൻ്റെ കാര്യം പറയണ ഒറ്റ മുറിയിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പം വളർന്ന മക്കളെയും കൊണ്ട്, അതുപോലെ മറ്റുള്ള അമ്മമാരും വിധവകളുണ്ട്. അവരുടെയൊക്കെ ഇതുകൊണ്ട് നടക്കത്തില്ല. ഒരാളിൻ്റെ വരുമാനം കൊണ്ട് മക്കളെ പഠിപ്പിക്കണം, കുഞ്ഞുങ്ങളുടെ കല്യാണം, ഇതൊന്നും നടക്കത്തില്ല. പിന്നെ നമുക്ക് ഈ ജോലിയിൽ ESIയോ മറ്റാനുകൂല്യമോ ഒന്നുമില്ല. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പ്രതിവർഷം നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പൈസ വരുന്നുണ്ട്. നമുക്ക് ആളൊന്നിന് 3,125 രൂപ വെച്ച് ഉണ്ടെങ്കിലും യൂണിഫോം തരുന്നില്ല. 4-5 വർഷമായിട്ട് തരുന്നില്ല. പണ്ടിരുന്ന സന്തോഷ് സാർ ഇരിക്കുന്ന സമയത്ത് നമുക്ക് യൂണിഫോം തന്നെ. ഇനി 4-5 സെക്രട്ടറിമാർ അതിന് ശേഷം മാറിപ്പോയി. പക്ഷേ ഇരിക്കുന്ന സെക്രട്ടറിമാർ നിരപരാധികളായിരിക്കാം. ഇടയിലിരിക്കുന്ന സെക്രട്ടറിമാർക്ക് അറിഞ്ഞൂടെ എത്ര രൂപ വരുന്നുണ്ട്, നമ്മൾക്ക് യൂണിഫോമിനുള്ള ഇൻകമൊന്നും അവർക്ക് അറിയില്ലായിരിക്കും. പക്ഷേ ഇടയിലിരിക്കുന്ന ആളുകൾ നമുക്കിതൊന്നും തരുന്നില്ല. ഇതെന്തെങ്കിലും ചോദ്യം ചെയ്താൽ നമ്മളവരെ പുറത്താക്കാനുള്ള വഴിയാണ് നോക്കുന്നത്. അങ്ങനൊരു സ്റ്റേജിലെത്തി നിന്നതായിരുന്നു ഞാൻ. പിന്നെ അത് അന്നിരുന്ന മാഡം തിരക്കി അറിഞ്ഞപ്പോൾ നമ്മൾ നിരപരാധിയാണ്, കാര്യങ്ങൾ സംസാരിക്കുന്നത് കൊണ്ടാണെന്ന് മനസ്സിലാക്കിയോണ്ട് അവർ ആക്ഷൻ എടുത്തില്ല. പിന്നെ നമ്മളെ നോക്കാൻ സൂപ്പർവൈസർമാരുണ്ട്. ചില സൂപ്പർവൈസർമാർ ആദ്യം പറയുന്ന ആൾ പറയുന്നതേ കേൾക്കുള്ളൂ. അയാൾ ചിലപ്പോൾ നുണയായിരിക്കും പറയുന്നത്. അത് ഇയാൾ വിശ്വസിച്ച് മറ്റുള്ളവരെ നികൃഷ്ട ജീവിയെപ്പോലെ കാണും. പിന്നെ പഴയ കയറിയ ആളുകൾക്ക് ഈ 32 പേരിൽ അന്നും 2 പേര് കൗണ്ടറിലിരിക്കുന്ന ആളുകളുണ്ട്. ബാക്കിയുള്ള ആളുകൾക്ക് അന്നത്തെ ജോലി ബുദ്ധിമുട്ട് തന്നെ ഇന്നും ഉണ്ട്. പഴയ ആളുകൾക്ക് മാഡം എല്ലാ ഭാഗങ്ങളിലും
കയറി ഇറങ്ങിയാൽ മനസ്സിലാവും ഞങ്ങൾ അനുഭവിക്കുന്നത്. പിന്നെ ഈ കൊല്ലം ബീച്ച് ഏക്കർ കണക്കിന് സ്ഥലം കിടക്കുന്നിടത്താണ് 3 പേര്, 6 പേര് നിന്നിടത്താണ് 3 പേര് നിൽക്കുന്നത്. ഈ 3 പേര് ഇവിടുന്ന് ഈ റോഡ് മുതൽ താഴെ കടൽ വെള്ളം വരുന്ന ഭാഗം വരെയും വൃത്തിയാക്കാൻ ബുദ്ധിമുട്ട്. പിന്നെ നടുക്കൂടെ വണ്ടി പോകുമെങ്കിൽ അത് തിങ്കളാഴ്ച ദിവസമേ വണ്ടി വരത്തുള്ളൂ. തിങ്കളാഴ്ച മിക്ക ദിവസങ്ങളിൽ കാണത്തുമില്ല. ഈ ആളുകൾ കയറുന്ന സമയത്ത് വണ്ടിയും കൂടി ഇല്ലെങ്കിൽ ഞങ്ങൾ ഈ 3 പെണ്ണുങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഇത്രയും ജോലി ചെയ്യണം. ഇതിനകത്ത് ഈ കാറിലൊക്കെ വന്ന ആളുകൾ സ്നഗ്ഗികളെല്ലാം കെട്ടായിട്ട് ഇവിടെ വേസ്റ്റ് ബോക്സിൽ ഡംപ് ചെയ്യുന്നത്, അതെല്ലാം നമ്മൾ എടുക്കണം. പിന്നിപ്പോൾ ഒരു കുപ്പി കണക്കത്തെ കുറേ ഇത് പണിത് വെച്ചിട്ടുണ്ട്, അതിനകത്തും വേസ്റ്റ് കൊണ്ടുവന്നിടുക. അത് വേസ്റ്റ് എല്ലാം താഴെയാണ് കിടക്കുന്നത്. ആളുകൾ കുപ്പിയെല്ലാം പിറക്കി കൊണ്ടുപോയിട്ട് വേസ്റ്റ് എല്ലാം താഴെയാണ്. ആരുടെയും ഭാഗത്തൊന്നും ഒരു സഹകരണമില്ല. സന്ദർശകരുടെ ആയാലും ഇത്രയും ജീവനക്കാർ ഇവിടെ കട നടത്തുന്നുണ്ട്. അവർക്ക് അവരുടെ ഭാഗങ്ങളൊന്നിറങ്ങി പിറക്കിയ ശുചീകരിച്ചെങ്കിൽ നമുക്ക് അത്രയും ഭാരം കുറഞ്ഞു കിട്ടും. നമ്മളിവിടെ താഴെ നിൽക്കണം, മേളിൽ നിൽക്കണം, താഴോട്ട് പോയി പിറക്കണം. അതൊരു പരാതിയായിട്ട് മാറും. ഫോട്ടോ ഒക്കെ എടുക്കുമ്പോഴത്തേക്കും അത് കടലടിച്ചിടുന്നത് ഭാഗം വൃത്തികേടായി. മിക്കവാറും ഞങ്ങൾ അവിടെ പോയായിരിക്കും വൃത്തിയാക്കുന്നത്. അപ്പം ഇവിടെ ഫിനിഷ് ചെയ്യാൻ പറ്റത്തില്ല. ഏക്കർ കണക്കിന് സ്ഥലമല്ലേ വേണം, നമുക്ക് ഫിനിഷ് ചെയ്ത് തീർക്കാൻ പറ്റത്തില്ല. നമുക്ക് എവിടെയെങ്കിലും നിക്ഷേപിക്കാൻ പറ്റത്തില്ല. നിക്ഷേപിച്ചാൽ അത് പറന്ന് വീണ്ടും ഇവിടെ അടിയും. അപ്പം നമ്മൾ ജോലി ചെയ്തതായിട്ട് ഭാവിക്കത്തില്ല. കത്തിച്ച് കളഞ്ഞ് നമ്മൾ ആ പുക ശ്വസിച്ചാലും വേണ്ടിയില്ല, അതങ്ങ് ആ വേസ്റ്റ് ഇല്ലാതായി പോകുമല്ലേ. അന്നേരം ഇവിടെ പരാതി പറയും, കത്തിച്ച് കളയാൻ പാടില്ല, അതായതാന്നൊക്കെ പറഞ്ഞ് പരാതി പറയും. ആക്രിയൊക്കെ പറക്കാൻ ആളുകൾ വരും. ഞങ്ങൾ കുപ്പികളൊക്കെ മാറ്റിയിടും. പ്ലാസ്റ്റിക് ഒന്നും കത്തിക്കുന്നില്ല. ഈ കടകൾ നടത്തുന്ന ഒരു കുപ്പി വെള്ളം പോലും നമുക്ക് തരുന്നില്ല. ഈ അരിയാണി വെയിലത്ത് കിടന്ന് കഷ്ടപ്പെടുക കിടന്ന്. പിന്നെ 8:30 മുതൽ 1:30 വരെ സമയം. ഇതിപ്പം വെയിലായതുകൊണ്ട് 11 മണിക്കുകയോ, വെയിലായതുകൊണ്ട് ഇച്ചിരി കൺസെഷൻ വീട്. ഭർത്താവൊക്കെ സുഖമില്ലാതിരിക്കുന്ന, മക്കൾ പഠിക്കുന്ന കുഞ്ഞുമുണ്ട്. 2 ആമക്കളെ പുറമ്പോക്കിലാണ് ഞങ്ങളെല്ലാവരും താമസിക്കുന്നത്. പിന്നെ വരുന്നവരെ എല്ലാം കൗണ്ടറിൽ ഇരുത്തിയേക്കുക. ഇപ്പോൾ പഴയ കുറച്ച് ആളുകൾ മാത്രം അന്നും ഇന്നും കഷ്ടപ്പെടുന്നു. നമുക്ക് കയ്യും കാലൊക്കെ വേദനയാണ്. നമ്മളോടിപ്പോൾ ഈ 6 പേര് നിൽക്കുന്നിടത്ത് ഈ 3 പേര് ചെയ്യുമ്പോൾ അതിൻ്റെ റിസ്ക് മാഡത്തിന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അത് DTPC പണ്ട് 2 പേരെ വിട്ടിട്ട് പറഞ്ഞ് ഒരു കാരണവശാലും അതൊരു വൈരാഗ്യം തീർക്കലായിരുന്നു. ഒരു കാരണവശാലും ആളെ വിടുമെന്ന് വിചാരിക്കേണ്ടെന്ന് മേലധികാരികൾ പറഞ്ഞായിരുന്നു. സെക്രട്ടറി അല്ല, അതിന് താഴെ ഇരിക്കുന്ന മേലധികാരികൾ പറഞ്ഞായിരുന്നു ഒരു കാരണവശാലും വിടത്തില്ല എന്ന്. വിജിയുടെ ഒരാളെ ഇങ്ങോട്ട് ഇതാക്കിയത്. പക്ഷേ ഈ 3 പേരെ കൊണ്ട് കൊല്ലം വെച്ച് ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല. നമുക്കിവിടെ ജോലി ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷേ 2 പേരെയും ജോലി ചെയ്യുന്ന കണക്ക് കുറയാത്ത 2 പേരെ നമുക്ക് വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ഇത് ആവശ്യപ്പെടാൻ സൂപ്പർവൈസർമാരെ ഒന്നും വിളിച്ച് ആവശ്യപ്പെടാൻ പറ്റത്തില്ല. നമ്മൾ പറയുന്നതല്ലായിരിക്കും സൂപ്പർവൈസർമാർ മേളിൽ കൊണ്ട് കൊടുക്കുന്നത്. പണ്ട് ജയഗീത മേഡം ഇരുന്നപ്പോൾ എനിക്ക് ഒരുപാട് അനുഭവമുള്ള, നിങ്ങൾ വിളിച്ച് ചോദിരുന്ന് പറഞ്ഞിട്ട് മേഡത്തിൻ്റെ അടുത്ത് ഈ സൂപ്പർവൈസർ അവിടെ നിന്നിട്ട് പറയുക, അവർ കുറേ സംസാരിക്കുന്ന ആളുകളാണ്, മേഡം അതൊന്നും ഇതാക്കണ്ട, മേഡം അവരെ പോയി കാണരുതെന്നൊക്കെ പറഞ്ഞ് അന്നത്തെ മേഡങ്ങൾ അകറ്റി നിർത്തിയ ആളുകളുണ്ട്. നമ്മളും മനുഷ്യരല്ലേ നേടാൻ. നമ്മൾ ഈ ജോലി ചെയ്യുന്ന, മറ്റുള്ളവർ മറ്റ് ജോലി ചെയ്യുന്ന എല്ലാവരും ശമ്പളം മേടിക്കുന്ന കഷ്ടപ്പെട്ടിട്ട് തന്നെയല്ലേ. ഇപ്പോൾ ക്ലീനിങ് നേരം മാറ്റി നിർത്തലും അങ്ങനത്തെ ഒരു മുതലാളിത്ത ഭരണമൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അന്നിരുന്ന പ്രസാദ് സാറ് നമ്മളോട് നല്ല ഇതായിട്ട് പെരുമാറിയ, അതുപോലുള്ള ഒരു സെക്രട്ടറി വന്നാലേ DTPCയെ മുന്നോട്ട് നയിക്കാൻ പറ്റൂ. പ്രസാദ് സാറെന്ന് പറഞ്ഞാൽ നമ്മളെയും ക്ലീനിങ് ആരെന്നോ ഓഫീസ് സ്റ്റാഫെന്നോ സെക്രട്ടറി എന്നോ ഇതില്ലാതെ ഒത്തൊരുമിച്ച് ലിങ്ക് റോഡിനകമൊക്കെ വൃത്തിയാക്കുമായിരുന്നു. ആ കായലിലെ വെള്ളമൊക്കെ ശുദ്ധിയായിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. സാറ് എന്ന് പോയി അതിന് ശേഷം ലിങ്ക് റോഡിൽ മാലിന്യം പിറക്കലില്ല. നമ്മളിച്ചിരി അന്ന് ഇച്ചിരി വൃത്തികേടായാലും ശരി തന്നെ അവിടെ എല്ലാ പരിസരങ്ങളും വൃത്തിയായി കിടന്നായിരുന്നു. ഈ സാറ് എന്ന് പോയി അന്ന് മുതൽ ലിങ്ക് റോഡിനകം കയറുന്നില്ല. പിന്നെ ഇതിൻ്റെ കൂടെ 6 പേരെ തൊഴിലുറപ്പെന്നും പറഞ്ഞത് ഏത് വകുപ്പാണെന്ന് നമുക്കറിഞ്ഞൂടാ. അത് DTPCക്ക് മാത്രം ഒരു കണ്ണുകെട്ടിക്കളിയാണ്. DTPCയുടെ തൊഴിലുറപ്പെന്നും പറഞ്ഞ് 6 പേരെ കയറ്റി അവരെന്ത് ചെയ്യുന്നെന്നും നമുക്കറിയാൻ വയ്യ. നമ്മളിവിടെ ബീച്ചിൽ 6 പേര് വന്ന് അവർ ഇച്ചിരി ഭാഗം ചെയ്തിട്ട് മാറിയിരിക്കും. സൂപ്പർവൈസർമാർ അവർക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്.
ശമ്പളത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ശമ്പളം നമുക്ക് നേരത്തെ കിട്ടണം. 10-ാം തീയതി എങ്കിലും നമുക്ക് ശമ്പളം കിട്ടണം. അപ്പോഴവിടെ ഇപ്പോൾ വന്ന സൂപ്പർവൈസർ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ 20-ാം തീയതി കഴിഞ്ഞ് മേടിച്ചാൽ മതി, അതിനുള്ള യോഗ്യത നിങ്ങൾക്കുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ ഞാൻ പ്രതികരിക്കുന്നുണ്ട്, എന്നോടൊന്നും പറയത്തില്ല. ഈ അവിടെ നിൽക്കുന്ന ചിൽഡ്രൻസ് പാർക്കിലും മറ്റ് പാർക്കുകളിലൊക്കെ നിൽക്കുന്ന ആളുകളുടെ അടുത്ത് അങ്ങനെയാണ് പറഞ്ഞത്. നിങ്ങൾ ക്ലീനിങ് ആരാ 20-ാം തീയതി കഴിഞ്ഞ് മേടിച്ചാൽ മതി. ഈ ഞങ്ങൾ മേടിക്കുന്ന ആവശ്യങ്ങളും അവർ മേടിക്കുന്ന ആവശ്യങ്ങളും ഒന്ന് തന്നെയല്ലേ മാഡം? ഈ പൈസ കൊണ്ടുവന്ന് എത്ര പേരുടെ അടുപ്പ് പുകയണം, കറണ്ട് ബില്ല് അടയ്ക്കണം, ഓരോന്നിനും ലോണുകൾ അടയ്ക്കണം. നമ്മളെല്ലാം ഈ പിന്നെ താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടി ലോണുകൾ എടുത്തിട്ടുണ്ട്. ഓരോ മുത്തൂറ്റ്, ഗ്രാമീണ ബാങ്ക്, അങ്ങനെയുള്ള ബാങ്കുകളെ നമ്മൾ ലോൺ അടയ്ക്കണം. ആഴ്ച തോറും അടയ്ക്കാനായാലും മാസത്തിൽ അടയ്ക്കുന്നത്, ഇതിനെല്ലാം നമ്മൾ ഓടിപ്പോകും. അവരുടെ ചോയ്സ് ഒന്നിൽ ഫോൺ എടുക്കത്തില്ല, അല്ലെങ്കിൽ പ്രതികരിക്കത്തില്ല. ഇങ്ങനെയൊക്കെയാണ് അവരുടെ ഭാഷ്യം. പിന്നെ ഞങ്ങളിൽ ഒരുപാട് പേര് സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ്, കടത്തിനകത്തകപ്പെട്ടിരിക്കുന്ന ആളുകളാണ് ഒരുപാട് പേര്. വീടില്ലാത്ത ആളുകളും എല്ലാ വീടും അപേക്ഷകളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഇലക്ഷൻ ആയതുകൊണ്ട് 2 മാസം കഴിഞ്ഞ് ഇതിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമാവും. ഇപ്പം നടക്കത്തില്ല. പിന്നെ അധികാരികൾ കണ്ണ് തുറക്കണം നമ്മുടെ കാര്യത്തിൽ. നമുക്കൊരു ESA, PF, ഒരു ഇൻഷുറൻസ് പരിരക്ഷ സ്ഥിരപ്പെടുത്താൻ ഞങ്ങൾ പറയുന്നില്ല. നമ്മളെ തന്നെ നിർത്തിക്കൊണ്ട് ഈ ജോലി കണ്ടിന്യൂ ആയിട്ട് പോകാനും നമ്മൾ ജോലി ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ നമുക്ക് പരിഗണന തരാൻ ആളില്ല, പരിരക്ഷ തരാനും സുരക്ഷിതത്വം തരാനും ആളില്ല. കുറ്റവും കുറവും കണ്ടുപിടിക്കാൻ മാത്രമേ ആളുള്ളൂ. അപ്പം നമ്മൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യണം വേണം. അധികാരികളുടെ കണ്ണ് തുറക്കണം. നമുക്ക് ശമ്പളം കൂട്ടിക്കിട്ടണം. ഒരു ESA വേണം. പലവിധ അസുഖങ്ങളുള്ള ഈ ആണിയോ ഇതൊക്കെ കാലിൽ കുത്തിക്കയറി നമ്മളിൽ ഒരാൾക്ക് അങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ട്. അയാൾക്ക് എന്തോ മാരകമായ അസുഖമാണ് കാലിൽ. ഇങ്ങനൊരാണി കുത്തിക്കയറിയത്. അയാളിപ്പോൾ ജോലിക്ക് വരാതെ വീട്ടിൽ നിൽക്കുക. വന്ന് ഈ അഴുക്ക് ചവിട്ടിയ അണുക്കൾ ഇതാവുന്നതുകൊണ്ട് അവർ വീട്ടിൽ നിൽക്കുക. പിന്നെ നമ്മളോട് DTPC നല്ല രീതിയിലല്ല പെരുമാറുന്ന. പഴയ പ്രസാദ് സാറൊക്കെ ഇരുന്നപ്പോൾ DTPC നമ്മളൊരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ നമ്മളെ കാണുന്നുണ്ട്. സാറ് ഇന്ന് ഇവിടുന്ന് പോയി അതിന് ശേഷം നമ്മളെ വെറും തൂപ്പുകാരി അല്ലെങ്കിൽ ഒരു മാറ്റി നിർത്തപ്പെട്ട വ്യക്തികളായിട്ട് DTPC അധികൃതർ കാണുന്നത്. ഈ പുതിയ സെക്രട്ടറിമാർ വന്നാലും അവരോട് മിണ്ടരുത്, അവരോട് സഹകരിക്കരുതെന്നാണ് DTPCയിൽ പഴയ അധികാരികൾ പറയുന്നത്. ആ മനോഭാവമൊക്കെ മാറ്റണം. അനേക വർഷം ശുചീകരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ ഇവർക്ക് പലതരം രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. മാലിന്യങ്ങൾക്കിടയിൽ കാണുന്ന കുപ്പിച്ചില്ലുകൾ പോലുള്ള കൂർത്ത വസ്തുക്കൾ മൂലവും മുറിവ് സംഭവിക്കും. രോഗിയായാൽ പോലും ജോലിയിൽ ഇളവോ ഇൻഷുറൻസ് പരിരക്ഷയോ ലഭിക്കുന്നില്ല. തുച്ഛമായ വേതനം കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് ബുദ്ധിമുട്ടാണ്. വേതന വർധനവിനായി ഇവർ നിരന്തരം ആവശ്യപ്പെടുന്നുവെങ്കിലും ഇതിനൊരു പരിഹാരം ഇതുവരെ ആയിട്ടില്ല. ഇതുപോലെ മാഡം ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ഭാർഗവിയമ്മാളെന്ന് പറഞ്ഞ അമ്മ, ആ അമ്മ ജോലി ചെയ്യുമ്പോഴെല്ലാം നെഞ്ച് തടവുമായിരുന്നു. പക്ഷെ അമ്മയ്ക്ക് എന്തോ അസുഖമെന്ന് അമ്മയ്ക്കോ ഞങ്ങൾക്കോ അറിഞ്ഞുകൂടാന്ന്. പ്രായം ചെന്ന അമ്മയായിരുന്നു. ജീവിത സാഹചര്യങ്ങൾ മോശമായതുകൊണ്ട് അത്രയും പ്രായത്തിലും ഇവിടെ ജോലിക്ക് വന്നത്. ആ അമ്മയ്ക്ക് ക്യാൻസർ ആണെന്ന് മരിക്കുന്നതിന് 2 മാസം മുന്നേ അറിഞ്ഞത്. ആ വീഴ്ച, ആ തടവുന്നതെല്ലാം അതിൻ്റെ അഘാതത്തിലായിരുന്നു. ആ സുഖമില്ലാതെ ഈ അസുഖമാണെന്ന് അറിഞ്ഞിട്ട് ക്യാൻസറിന് പരിരക്ഷ കൊടുക്കാത്ത ഏത് മനുഷ്യനുണ്ട് വേണം? അന്നിരുന്ന സൂപ്പർവൈസറിന് 2 ഡ്യൂട്ടി ഇട്ടുകൊടുന്ന് പറഞ്ഞിട്ട് പോലും കൊടുത്തില്ല. നമ്മുടെ DD എല്ലാം അതിന് സമ്മതിച്ചതായിരുന്നു. പക്ഷേ ഇവിടെ ചെന്നപ്പോഴത്തേക്കും DTPCയിലെ സെക്രട്ടറി അല്ലാത്ത മേലധികാരികളും സൂപ്പർവൈസറും അത് തറതട്ടം നിന്ന് കൊടുക്കാൻ പറ്റത്തില്ല എന്ന്. പക്ഷെ ആ പ്രായം ചെന്ന ആ അമ്മയുടെ പൈസ, 60-70 വയസ്സായ അമ്മയുടെ പൈസ കൊണ്ട് ഇവർക്ക് എന്ത് കിട്ടാനാണ്? നമ്മൾ ഈ ലീവുകാരുടെ പൈസകളെല്ലാം DTPC എടുക്കും. ഒരു കണക്കും കാര്യങ്ങളും ആരെയും കാണിക്കുന്നുമില്ല. ലാസ്റ്റ് പറയും, നമ്മളെന്തെങ്കിലും ചോദിക്കുമ്പോൾ പറയും കണക്ക് കൊടുക്കണം. ഞങ്ങൾ 2005 കയറിയതാണ് മേഡം. അന്ന് വിസ്മയക്കാരെന്ന് പറഞ്ഞ് 10 പേരും പുനലൂർ പൗർണമി എന്ന് പറഞ്ഞാൽ 5 പേരും ഉണ്ടായിരുന്നു. ഈ 15 പേർക്ക് 2500 രൂപ വെച്ചായിരുന്നു ശമ്പളം. ഒരാൾക്ക് 2500. ഈ ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തെ ഈ ശമ്പളം അങ്ങ് കുറച്ചിട്ട് 1800 രൂപയാക്കി. ഒരാളിൻ്റെ പേരിൽ 700 രൂപ വെച്ചും DTPC പിടിച്ച്. ഇതുപോലെ അന്നിരുന്ന കുടുംബശ്രീയിൽ ഒരു
റവന്യൂ എന്നൊരു സാറ് വന്നായിരുന്നു, DMC ആയിട്ട് വന്നായിരുന്നു. ആ സാറ് ഇതിൻ്റെ രേഖകൾ ചോദിച്ചപ്പോൾ 2006 കണക്കാണ് എടുത്തു തന്ന്. അന്ന് മുതൽ ഞാൻ ഈ 2005 കണക്ക് ചോദിക്കുമ്പോൾ എന്നെ അങ്ങ് ഒഴിപ്പിച്ച് നിർത്തുക. കാരണം ഈ 1800 രൂപ 3 വർഷം ഞങ്ങൾക്ക് തന്ന്. ഈ 3 വർഷം ഞങ്ങളുടെ 700 രൂപ, ഒരാളിൻ്റെ 700 രൂപ വെച്ച് ഈ 15 പേരുടെ 700 രൂപ എവിടെ പോയി മാഡം? ഇതാര് തിന്ന്? ഇതും സെക്രട്ടറി അറിയാത്തൊരു സീക്രട്ട്. അന്നും നമുക്ക് ഇന്നത്തെ തൻ്റെ ഇടം ഇല്ലായിരുന്നു. രാഷ്ട്രീയക്കാരെ കാണണമെന്നോ മന്ത്രിസഭയിൽ പോകണമെന്നോ അറിഞ്ഞുകൂടായിരുന്നു. ഇപ്പം നമ്മൾ എന്തെങ്കിലും ആക്ഷൻ എടുത്താൽ നമ്മൾ നേരിട്ടങ്ങ് പോവുക. അതുകൊണ്ട് അവരുടെ പുട്ടുകച്ചവടമൊന്നും നമ്മളടുത്ത് നടക്കത്തില്ല. ഇങ്ങനെയൊക്കെ നമ്മളോട് ക്രൂരത കാണിച്ചിട്ടുണ്ട്. ഈ പൈസ എവിടെ പോയി? ഈ 3 വർഷത്തെ ഞങ്ങളുടെ ഈ ശമ്പളം ഈ 2500 കുറച്ചിട്ട് 1800 ആക്കിയത് കാരണം എന്താ? ഈ കളക്ടർക്കും ആയാലും DMCക്കായാലും DTPCക്കായാലും ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു GO വരുമല്ലോ നമ്മുടെ ശമ്പളത്തിൻ്റെ. പക്ഷേ DMC പോകുമ്പോൾ പറയും അടുത്ത മാസം ഇവർക്ക് 2500. അവർക്ക് നമ്മളെ കാണുമ്പോൾ വിഷമമാണ്. DMCയിലുള്ള സാറന്മാർക്ക് നമ്മളെ കാണുമ്പോൾ ഒരു വിഷമമാണ് ഈ 1800 മേടിക്കുന്നതിൽ. കാരണം ഇത് പിടിക്കുന്നത് DTPCയിലെ ഒരു പ്രമുഖയായ വ്യക്തിയാണ്. അപ്പം അതൊന്നും ചോദ്യം ചെയ്യാൻ ആളില്ല. നമ്മളിപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മുടെ കൗൺസിലറെ വിളിച്ച് ശമ്പളം തടഞ്ഞു വെക്കും. ഇപ്പം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശമ്പളം തടഞ്ഞു വെക്കും. അങ്ങനെ അന്നിരുന്ന അബ്ദുൽ നാസർ കളക്ടർ വന്നപ്പോഴത്തേക്കും ഒരു നിസ്സാര കാര്യത്തിൻ്റെ പേരിലായിരുന്നു. വിസ്മയയിൽ 10 പേരെ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ വിസ്മയക്കാരാണ്. അപ്പോൾ ഇവർ ശ്രേയസിൽ 12 പേരുണ്ട്. അപ്പോൾ ഒരാൾ പുതിയതായി കയറ്റിയപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ പേരെഴുതണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് പേരെഴുതാൻ പറ്റത്തില്ല, വിസ്മയയിലും ശ്രേയസിലും പേരെഴുതാൻ പറ്റുന്നു. ഇപ്പോൾ അത് 10ഉം 12ഉമായിട്ട് നിലനിന്നാൽ മതി, അതിൽ കൂടുതൽ ആളെ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഇത് ഓഫീസിൽ ചെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ പറഞ്ഞെന്നും പറഞ്ഞാൽ പോയി പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞെന്ന് പറയുന്നത് എനിക്കത് വിഷയമല്ല മാഡം. അതിൻ്റെ പേരിൽ ചെക്ക് അവിടെ തടഞ്ഞു വെച്ചിരുന്നു. അങ്ങനെ കളക്ടർ വള്ളംകളിയുടെ ഭാഗമായിട്ട് നമ്മുടെ അബ്ദുൽ നാസർ കളക്ടർ സാറ് വന്നപ്പോൾ ഈ ശമ്പളത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞായിരുന്നു, ശമ്പളത്തിൻ്റെ കാര്യത്തിൽ ഞാൻ തടസ്സമല്ലല്ലോ, എൻ്റെ മേശപ്പുറത്ത് ഇതുവരെ ക്ലീനിങ്ങുകാരെ ചെക്ക് കൊണ്ടുവന്നിട്ടില്ല എന്ന് പറഞ്ഞ്. അപ്പം തന്നെ അവിടെ ഇരുന്ന മാഡം പരുങ്ങാൻ തുടങ്ങി. മാഡത്തിനെ വിളിച്ച് വഴക്ക് പറഞ്ഞപ്പോഴത്തേക്കും മാഡം അങ്ങ് ഇതായി. പിന്നെ അന്ന് തന്നെ ചെക്ക് ഒപ്പിടിയിപ്പിച്ച്. പിന്നെ മറ്റൊരു വിഷയമെന്ന് പറഞ്ഞാൽ കൊറോണ സമയത്ത് ലോകർക്ക് എല്ലാവർക്കും 1 മാസത്തെ ശമ്പളം കൊടുക്കണം, ശമ്പളത്തിൽ പിടുത്തം പാടില്ല എന്നും പറഞ്ഞ് മുഖ്യമന്ത്രി വെണ്ടയ്ക്കാക്ഷരത്തിൽ TV മാധ്യമങ്ങളിലും എല്ലാത്തിനും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്നും നമ്മളോട് ഒരു തരികിട DTPCയും സൂപ്പർവൈസറും കാണിച്ചായിരുന്നു. ഇവർ 15 ദിവസത്തെ ശമ്പളം ക്ലീനിങ്ങുകാരെന്താ വേണം, അത്രയും കുറച്ചിലുള്ള ആളുകളാണ്. ഈ നമ്മൾ ശുചിയാക്കിയതിൻ്റെ പുറത്തല്ലേ ഈ ഓഫീസർമാരും ഉദ്യോഗസ്ഥരും എല്ലാം വന്ന് ഞെളിഞ്ഞിരിക്കുന്നത്. നമ്മൾ ശുചിയാക്കുന്നതിൻ്റെ പുറത്തല്ലേ. ആ ക്ലീനിങ്ങുകാർക്ക് 15 ദിവസത്തെ ശമ്പളം കൊടുത്താൽ മതി എന്നും പറഞ്ഞ് ചെക്ക് എഴുതി പോയായിരുന്നു. ചെക്ക് എഴുതി പോയപ്പോൾ കളക്ടർ സാർ അത് കണ്ടായിരുന്നു. അബ്ദുൽ നാസർ സാറായിരുന്നു. സാറ് കണ്ടപ്പോഴത്തേക്ക് സാറ് നമ്മുടെ ചെക്കിനകത്ത് വെട്ടിട്ട് കൊടുത്ത് വെച്ചത്. ആ ചെക്ക് സ്വീകരിച്ചില്ല. പിന്നെ DTPCയിൽ നിന്ന് നമ്മുടെ 30 ദിവസത്തെ ശമ്പളവും എഴുതി കൊടുത്ത് 30 ദിവസത്തെ ശമ്പളം കൊടുത്തതിന് ശേഷമാണ് ആ ചെക്ക് ഒപ്പിട്ടതും നമുക്ക് ഇതാക്കിയതും. അന്നിരുന്ന സൂപ്പർവൈസർ ഇരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു, സൂപ്പർവൈസറും ഗീത മേഡവും പറയും നമുക്ക് ശമ്പളം തരണ്ടെന്ന്. സെക്രട്ടറിക്ക് അത് പറയാൻ പാടില്ലല്ലോ, സെക്രട്ടറി ഗവൺമെൻറ് എംപ്ലോയി അല്ലേന്ന്. അന്നിരുന്ന സൂപ്പർവൈസർ ഫോൺ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് ഈ റെക്കോർഡ് സെക്രട്ടറിക്കും മാഡത്തിനും വേണമെന്നവർക്കൊക്കെ അയച്ചു കൊടുത്തു. എനിക്കതിനകത്ത് വിഷയമല്ല മാഡം, ഞാൻ സത്യസന്ധമായ കാര്യമാണ് പറഞ്ഞു. നമ്മൾ നാക്കെടുത്ത കള്ളം പറയുന്ന കാലത്ത് സത്യം പറയാനെങ്കിൽ ഒരാൾ വേണ്ടേ? സത്യസന്ധം, അത് ആരുടെ മുന്നിലും പറയുക തന്നെ ചെയ്യും, പറയാതിരിക്കത്തില്ല. ഇത്ര അഴിമതിയാണ് നമ്മളോട് കാണിക്കല്. വീട്ടിലെ സാഹചര്യം മൂലം ഈ തൊഴിലിലേക്ക് വരികയും ഇതിൽ തന്നെ തുടർന്നു പോകേണ്ടി വരുന്ന അവസ്ഥയിലുമാണ് ഈ തൊഴിലാളികൾ. അവരുടെ പ്രയത്നത്തിന് വേണ്ടുന്ന അംഗീകാരവും അവർക്ക് ലഭിക്കുന്നില്ല. ഇതിനെക്കുറിച്ച് ശ്രീമതി ലിസി സംസാരിക്കുന്നു. എൻ്റെ പേര് ലിസി. ഇവിടെ ഈ ജോലി ചെയ്ത് നമുക്കെല്ലാവർക്കും ശ്വാസം മുട്ടും പല പല അസുഖങ്ങളും വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആ സാഹചര്യം, നമ്മുടെ വീട്ടിലെ സാഹചര്യം കൊണ്ട് നമുക്ക് മറ്റൊരു വരുമാനം ഇല്ലല്ലോ എന്ന് ഓർത്ത് നമ്മൾ മുടങ്ങാതെ വന്ന് നമ്മുടെ ജോലി ചെയ്യുന്നു. അത് തുച്ഛമായിട്ടുള്ള ശമ്പളമായാലും നമ്മൾ വന്ന് ആ ശമ്പളം കുറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഒരുപാട് വിഷമങ്ങളുണ്ടാകും.
പിള്ളേരെ പഠിപ്പിക്കുന്നതിനായാലും നമ്മുടെ അസുഖത്തിന് മരുന്നിന് പൈസ ആയാലും എല്ലാത്തിനും ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് എന്ത് സഹിച്ച് നമ്മൾ വന്ന് ജോലി ചെയ്യും. പക്ഷേ അത് ഒരു കാര്യം, നമ്മൾ എത്ര ചെയ്താലും നമ്മൾ ക്ഷീണിച്ച് വന്നിരുന്നാലും അവർ നമ്മളോട് പറയുന്നത് നമ്മൾ ചെയ്തില്ല എന്ന്. അത് കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമം ഉണ്ടാകും. നമ്മൾ ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ടിട്ട് ഒരു വാക്കുകൊണ്ട് അത് ചെയ്തില്ല എന്ന് പറയുമ്പോൾ നമുക്ക് വിഷമമുണ്ട്. നമ്മുടെ ആ ജോലിയുടെ ബുദ്ധിമുട്ട് അവരും കൂടെ മനസ്സിലാക്കണം. ഈ വെയിലത്തിടന്ന് ഒരുപാട് കഷ്ടപ്പെടുന്നത്, എന്നാൽ ഇച്ചിരി റെസ്റ്റ് അവരെടുക്കട്ടെ, അങ്ങനെയുള്ള ചിന്തയൊന്നുമില്ല. അവർക്ക് എപ്പോഴും ഇരിക്കാതെ നിൽക്കാതെ നിന്ന് ജോലി ചെയ്യുക. അവർ വരുമ്പോൾ നിന്ന് ജോലി ചെയ്യുന്ന വേണം കാണാൻ. അല്ലാതെ അവരൊന്ന് ചിന്തിച്ചാൽ മതി, വന്നപ്പോൾ കിടന്നതുപോലല്ലല്ലോ അവർ പോയപ്പം വൃത്തിയാക്കിയിട്ടാ പോയി എന്നുള്ള ചിന്ത അവർ വരും. അത് പറയത്തില്ല. എത്ര നമ്മൾ ജോലി ചെയ്താലും അവർ പറയും, ഓ നിങ്ങളെന്തോ ചെയ്ത്, നിങ്ങളിവിടെ ഒന്നും ചെയ്യുന്നില്ല, നിങ്ങൾ അങ്ങനെ, നിങ്ങൾ അവിടെ വെച്ച് കണ്ടു ഇവിടെ വെച്ച് കണ്ടു എന്നൊക്കെയാണ് പറയുന്നത്. ചിലപ്പോൾ നമ്മൾ മനസ്സുപോലും അറിയാത്ത കാര്യങ്ങളായിരിക്കും അവർ പറഞ്ഞുണ്ടാക്കുന്നത്. അപ്പോഴത് ഒരുപാട് വിഷമത്തിന് കാരണമാവും. അത് സാറുമാർ ഒന്നുകൂടെ ആലോചിച്ച് അത് സംസാരിച്ചാകുന്ന, ഞങ്ങളെ വിഷമിപ്പിക്കരുത്, ജോലി ചെയ്യുന്ന ഞങ്ങൾക്ക് ആ ഒരു വിഷമം വരുത്തരുതേ എന്ന് പറയാനുണ്ട്. ഇവിടെ നമ്മൾ എത്ര വൃത്തിയാക്കിയാലും അതിൻ്റെ പിറ്റേന്ന് മണ്ണ് പോലും കാണാൻ വയ്യാതെ ഇപ്പം ഇവിടെ ഈ കാണുന്നതെന്ന് വെച്ചാൽ ഇപ്പം എന്തുകൊണ്ടാണ് ആളുകളെ ഇറക്കാത്തതുകൊണ്ടായിരുന്നു. എന്നിട്ടോ അവർ വരുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇടുന്നുണ്ട്. പക്ഷെ അല്ലാത്ത സമയത്ത് ഈ 3 പേര് തന്നെ മണ്ണ് പോലും കാണാത്ത കണക്കാണ് വേസ്റ്റ് കിടക്കുന്നത്. ഈ കടക്കാരാവട്ടെ ഒരു ഗ്ലാസ് വെള്ളം പോലും നമുക്ക് തരത്തില്ല. നമ്മളതും പൈസ കൊടുത്ത് മേടിച്ച് വേണം കുടിക്കാൻ, വെള്ളം കുടിക്കണമെങ്കിൽ. അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന ഒരു കുപ്പി വെള്ളമെങ്കിലും അവർക്ക് തരാം, അത് ചെയ്യത്തില്ല. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് ആദ്യം നിരോധിക്കുക. അത് നമ്മുടെ അടുത്ത് വന്നും കൊണ്ട് ഈ കിൻഡലുകളൊക്കെ പേപ്പറും വേസ്റ്റും അടിയുന്നിടത്ത് പ്ലാസ്റ്റിക് പറക്കാനുള്ള നേരമില്ല. നമ്മൾ 3 പേരേ ഉള്ളൂ. നമ്മൾ തൂക്കണം, വാരണം, ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കൂടെ പ്ലാസ്റ്റിക്കും കൂടെ പറക്കാനുള്ള നേരമില്ല. അപ്പോഴും പ്ലാസ്റ്റിക് നിരോധിക്കുന്നത് അത് കടകളിൽ വന്നു പറഞ്ഞു പ്ലാസ്റ്റിക് കച്ചവടം ചെയ്തു അതിന് ഫൈനടിച്ച് അവർ പിടിക്കേണ്ട കാര്യങ്ങൾ. അന്നേരം അവർക്കൊരു പേടി വരും. ഇതാരും അതിന് ഞങ്ങളുടെ നേരെ എല്ലാവരും വരുന്നത് പ്ലാസ്റ്റിക് കുറക്കണം. ഒന്ന് ഓരോ കടകൾ തോറും പ്ലാസ്റ്റിക് ഉണ്ടെങ്കിൽ അവനെ വിലക്കുകയോ അല്ലെങ്കിൽ നിങ്ങളത് ചെയ്യാൻ പാടില്ല എന്ന് കർശനമായിട്ട് പറഞ്ഞാലേ അത് നിർത്തത്തുള്ളൂ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ എത്ര വൃത്തിയാക്കിയാലും ശരി തന്നെ ഇവിടെ പഴയത് കണക്ക് തന്നെ കിടക്കും. ഇപ്പോൾ ഇത്രയും കുപ്പി ഇടാനായി 3 എണ്ണം കൊണ്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് കുപ്പി മാത്രമല്ല വേസ്റ്റ് കൂടുന്നുണ്ട്. എന്നിട്ട് കുപ്പി ആക്രിക്കാർ പറക്കിക്കൊണ്ട് പോയിട്ട് വേസ്റ്റ് എല്ലാം താഴോട്ട് പറഞ്ഞു. പിന്നെ എന്തോ പോലെ അങ്ങനെ. പിന്നെ ഇപ്പം ഞങ്ങളങ്ങനെ വേസ്റ്റ് നമുക്ക് എടുക്കാനുള്ള സമയങ്ങളില്ല. കോർപ്പറേഷൻ്റെ ആളുകൾ വന്നാൽ ഇപ്പോൾ എടുക്കുന്നത്. അത് വല്ലപ്പോഴും വന്ന് എടുക്കും. നിറഞ്ഞു പോകുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾ വിളിക്കുമ്പോഴത്തേ വന്ന് എടുക്കും. ഈ വേസ്റ്റ് പെന്നിൽ കരയിൽ കൂടെ പോകുന്ന ഞണ്ടില്ലേ, കറഞ്ഞണ്ട്, അതിനെ പിടിച്ച് ഇതിനകത്തിടും. അപ്പോഴും നമ്മളറിയത്തില്ല, പെട്ടെന്ന് നമ്മൾ പോയി വേസ്റ്റ് പോയതായിരിക്കും ഈ ഞണ്ട് നമ്മളെ കയറി അങ്ങ് കടിച്ചു. അങ്ങനെയൊക്കെ ഒരുപാട് വിഷമങ്ങൾ ഞങ്ങൾക്കുണ്ട്. അങ്ങനെ പലരും പല രീതിക്കാരാണ്. ചിലവർ വന്ന് വീട്ടിൽ വേസ്റ്റ് വരെ കൊണ്ടുപോകാൻ തന്നെ തിന്നുന്ന ആളുകൾ. അപ്പോൾ ഇത് മറ്റുള്ളവരറിയുന്നില്ലല്ലോ. അതുകൊണ്ട് ഇപ്പം കോർപ്പറേഷൻകാർ എടുക്കുന്നത് കൊണ്ട് അവർക്ക്, ഞങ്ങൾ പണ്ട് പറയുമ്പോൾ ആർക്കും മനസ്സിലാകുന്നില്ല. കോർപ്പറേഷൻ ഇപ്പം എടുക്കാൻ വരുന്നതുകൊണ്ട് അവർക്കറിയാം ഇതിനകത്ത് എന്തൊക്കെ വീഴുന്നുണ്ട്. ഞങ്ങൾക്ക് തുച്ഛമായിട്ടുള്ള ശമ്പളമേ ഉള്ളൂ. ഈ ശമ്പളത്തിൽ നിന്നും അല്പവും കൂടെ ഞങ്ങൾക്ക് കൂട്ടിത്തന്ന വലിയ ഉപകാരം. കാര്യം അതേ കണക്ക് സാധനങ്ങളുടെ വിലയായാലും മക്കളെ പഠിപ്പിക്കുന്നതിനായാലും എല്ലാം ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഈ നമ്മുടെ ഷെമി പറഞ്ഞത് കണക്ക് താഴ്ന്ന തട്ടുകാരുണ്ടെങ്കിൽ മറ്റുള്ളവർക്കത് അവർ വൃത്തിയാക്കി കഴിയുമ്പോൾ വന്നിരിക്കുന്നത് സാറുമാരായാലും വന്നിരിക്കുന്നത്. അപ്പോഴും സാർ നമ്മളെ വെറുമില്ല പുഴുക്കളെ കാണുന്ന കണക്കാ അവർ കാണുന്നത്. ചിലവർ നല്ല ആൾക്കാരുണ്ടേ. പ്രസാദ് സാറിൻ്റെ കിടക്ക് അത് ഇത്രയും ഞങ്ങൾ വന്നിട്ട് 10-20 വർഷമായല്ലേ. 20 വർഷമായി. പക്ഷേ ഇത്രയും സെക്രട്ടറിമാർ വന്ന കൂട്ടത്തിൽ പ്രസാദ് സാറിനെ കണക്കൊരു വ്യക്തി വന്നിട്ടില്ല. അത്ര നല്ലൊരു മനുഷ്യനായിരുന്നു. സാറിന് അങ്ങനെ പ്രത്യേകതയൊന്നുമില്ല, എല്ലാവരും ഒരേ കണക്കായിരുന്നു. ഏത് കാര്യങ്ങൾ നമ്മൾ DTPCക്കകത്ത് വന്നാലും സാറ് ക്ലീനിങ്കാരെയാണ് മുമ്പേ നിർത്തുന്നത്. അതുകൊണ്ട് അദ്ദേഹം പോയപ്പോഴും ഒരുപാട് ഞങ്ങളുടെ ഒരു കുടുംബത്തെ ഒരെണ്ണം പോയത് കണക്കാൻ ഞങ്ങൾ തോന്നുന്നു. പക്ഷെ സാറ് പോയതിന് ഞങ്ങൾക്ക് ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കരഞ്ഞിട്ട് പോലും ഒരു പ്രസാദ് സാറ് പോയപ്പോൾ ഞങ്ങൾ പൊട്ടിക്കരയും. കാര്യം അത്ര നല്ല മനുഷ്യനായിരുന്നു. വീണ്ടും അദ്ദേഹം വരണേന്നാണ് ഞങ്ങൾ ഇന്നും പ്രാർത്ഥിക്കുന്നത്. കാര്യം ഈ DTPCയിൽ നമ്മുടെ പ്രസാദ് സാറ് തന്നെ വരണേ എന്നുള്ള പ്രാർത്ഥന. ഏതെങ്കിലും സുപ്രഭാതത്തിൽ സാറ് വരട്ടെ.
കോർപ്പറേഷനിൽ നിന്നും സർഫ് റേക്കിംഗ് മെഷീന്റെ സേവനം ലഭ്യമാകുന്നുണ്ടെങ്കിലും ബീച്ചിന്റെ ഒരു പ്രത്യേക ഭാഗം മാത്രമേ അതിനെ വൃത്തിയാക്കാൻ സാധിക്കുന്നുള്ളൂ. കടൽ തീരം ഉൾപ്പെടെയുള്ള ബാക്കിയുള്ള ഭാഗം ഈ 3 തൊഴിലാളികൾ ഉപകരണങ്ങളുടെ സഹായമില്ലാതെ കൈകൾ ഉപയോഗിച്ച് വൃത്തിയാക്കേണ്ടി വരുന്നു. ഇതിനെക്കുറിച്ച് ശ്രീമതി സിന്ധു സംസാരിക്കുന്നു. സിന്ധു DTPC വർക്ക് ചെയ്യുന്ന ക്ലീനിങ്. എൻ്റെ സ്ഥലം പുള്ളിക്കട. ഞാൻ ബീച്ചിൽ വർക്ക് ചെയ്യുകയാണ് ക്ലീനിങ് ആയിട്ട്. പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ബീച്ചിൽ ജോലി ചെയ്യുന്നതിന്. ഇവിടെ വണ്ടി വരുമായിരുന്നു. ആ വണ്ടി ഇപ്പം ആഴ്ച 2-3 ദിവസം വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ 2-3 മാസം കൊണ്ട് ആഴ്ച ഒരിക്കലാണ് വരുന്നത്. അത് പറ്റത്തില്ല. ഒരു 2-3 ദിവസമെങ്കിലും വരണം. അതുമാതിരി ശവറുവാ. ഇപ്പോൾ ഈ വെക്കേഷൻ ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിൻ്റെ കൂടെ ഈ കടലിൽ കയറി കിടന്നു വാരാനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടായി. നമ്മൾ അങ്ങോട്ട് മാറ്റി കുറച്ച് തീയിട്ടതിന് ഒരാൾ വന്ന് കംപ്ലൈൻറ്റ് പറഞ്ഞു. ഞാൻ തന്നെ മേയറെ വിളിക്കുമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഭീഷണിപ്പെടുത്തിയൊക്കെ ചെയ്ത്. അതിൻ്റെ പിറ്റേ ദിവസം വണ്ടി വന്നു അത് ക്ലീനാക്കി. പക്ഷേ ആഴ്ച 2-3 ദിവസമെങ്കിലും വരണം. കറക്റ്റായിട്ട് ഞാൻ ഈ പറയുന്നത് കേട്ടിട്ട് അതിന് വേണ്ടി നടപടിയെടുക്കുക. പിന്നെ ഇവിടെ ഞങ്ങൾ 3 പേരാണ് ജോലി ചെയ്യുന്നത്. 3 പേരെ കൊണ്ട് പറ്റത്തില്ല. അതുമാതിരി വേസ്റ്റാണ്. പിന്നെ ഞങ്ങളെ കൊണ്ട് പരമാവധി പറ്റുന്നത് നമ്മൾ ക്ലീൻ ചെയ്യുന്നു. കടക്കാരൊക്കെ ആണെങ്കിൽ അവരവരുടെ വേസ്റ്റ് അവിടെ തന്നെയാണ് ഇടുന്നത്. അവർ പോലും ഒന്നും ചെയ്യത്തില്ല. ഇതിനെ വന്ന് അടിക്കുന്നതും നമ്മളാണ് വാരം വേണ്ടത്. വലിയ വലിയ തടിയും അതും ഇതും വേസ്റ്റ് തുണികളും എല്ലാം ഒന്നടിക്കുന്നത്. കടലിൽ ഒന്നും ഇട്ടേക്കത്തില്ല. ആ കടലമ്മ മൊത്തം കൊണ്ടുവന്ന് കരക്കിടുക. അതെല്ലാം നമ്മൾ തന്നെ വാരം തന്നെ. വണ്ടിക്ക് അങ്ങോട്ട് ഇറങ്ങാനൊക്കത്തില്ല. വരുന്നവരും ഇവിടെ ഒന്ന് നിയന്ത്രിച്ചെങ്കിൽ ഇത് ഇത്രയാകത്തില്ല. വരുന്ന വീട്ടിൽ നിന്ന് വരെ ആഹാരം കൊണ്ടുവന്ന് കഴിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് സ്നാക്കി ആയാലും എന്തുമായാലും അവർ അവിടെ ഇട്ടെറിഞ്ഞിട്ട് അങ്ങ് പോവുക. നമ്മൾ തന്നെ അത് ചെയ്യുന്നവരോ. ചെയ്താലും ചെയ്തിട്ടില്ല. പിറ്റേന്ന് വരുമ്പോൾ അതിൻ്റെ ഇരട്ടിയായിട്ട് കിടക്കുമ്പോൾ ആളുകൾ വന്ന് നോക്കുന്നുണ്ടോ നമ്മൾ ജോലി ചെയ്തിട്ടുണ്ടെന്ന്. അതിപ്പോൾ നമ്മളായാലും അങ്ങനെ പറയത്തുള്ളൂ. ഇവിടെ ജോലി ചെയ്തിട്ട് നമുക്ക് മാറുന്നതിന് മുമ്പേ വേസ്റ്റ് വീണോണ്ടായിരിക്കും. ഇപ്പോൾ വേസ്റ്റ് പിന്നെ വെച്ചാലും വേസ്റ്റ് പിന്നിൻ്റെ ആളുകൾ ഇടത്തില്ല. അപ്പോൾ അത് കുറ്റമായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇന്ന് നമ്മൾ ചെയ്തിട്ട് നാളെ വന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഇരട്ടിയായിട്ട് വേണം. ശമ്പളം കിട്ടിത്തരാനുള്ള ഒരു നടപടി എടുക്കണം. കാര്യം ഈ തുച്ഛമായ ശമ്പളത്തിൽ നമുക്കൊന്നും നേടാനൊക്കത്തില്ല. നമുക്ക് വേറെ ആനുകൂല്യങ്ങളൊന്നുമില്ല. 20 വർഷമായി ജോലിക്ക് കയറിയിട്ട് എല്ലാവരും രോഗികളായി. മരുന്നിന് പോലും ഒരു ഇതില്ലാതെ നമ്മൾ ജീവിക്കുന്നു. അസുഖം വന്നാലും ഇവിടെ വന്ന് നടന്ന് ജോലി ചെയ്യുക. കാര്യം പോകാനുള്ള വരുമാനമില്ല. ഈ വരുമാനത്തിൽ നമുക്ക് മരുന്ന് മേടിക്കാൻ എങ്ങനെയായാലും ലീവ് എടുക്കാതെ വന്ന് ജോലി ചെയ്യുക. അത്രയ്ക്ക് അവസ്ഥ മോശമാണ്. പിന്നെ നമ്മുടെ വീടിൻ്റെ അവസ്ഥകൾ കൊണ്ട് വന്നൊന്നും ജോലി ചെയ്യുക. പിന്നെ ചിൽഡ്രൻസ് പാർക്കിൽ 6 പേര്, അഡ്വഞ്ചർ പാർക്കിൽ 6, മൈതാനത്ത് 6, അങ്ങനെ എല്ലായിടും 6 പേര് വീതവ ജോലി ചെയ്യുന്നു. നമ്മളിവിടെ മാത്രമേ ഉള്ളൂ 3 പേരിൽ നിന്ന് ജോലി ചെയ്യുന്നു. ആ 3 പേരിൽ നിന്ന് ചെയ്യുന്നതിന് നമുക്ക് കുഴപ്പമില്ല. പക്ഷെ ചെയ്താലും ചെയ്തിടമില്ലാത്ത രീതിയാണ്. ടിക്കറ്റ് കൗണ്ടറിൽ നമ്മളെ ക്ലീനിങ്ങിന് വരേണ്ട ആൾക്കാരാണ് അവിടെ ടിക്കറ്റ് കൊടുക്കാനായിട്ട് വേണ്ട രീതി. ശമ്പളം കൊടുക്കുന്നത് ക്ലീനിങ്ങിൻ്റെ. അപ്പോൾ അതുപോലെ ആരെങ്കിലുമൊക്കെ നമ്മൾ ഇത്തത്തി വിട്ടാലും മതിയായിരുന്നു. DTPCയുടെ സേവനം അനുഷ്ഠിക്കുന്ന ആൾ ക്ലീനിങ്ങിൻ്റെ ശമ്പളം മേടിച്ച് കൗണ്ടറുകളിൽ ഇരിക്കുക. അവരെല്ലാം ഇറങ്ങിത്തന്നായിരുന്നെങ്കിൽ 3 പേരുള്ളിടത്ത് 2 പേരും കൂടെ അധികം ആവത്തില്ലേ മാഡം? അപ്പോൾ അവരൊക്കെ വന്നാൽ നമ്മുടെ ജോലിഭാരം ഇച്ചിരി ഒരു ആശ്വാസം കിട്ടത്തില്ലേ? ഈ വണ്ടി വരുന്നത് കൊണ്ട് വലിയ ഫലമില്ല. വണ്ടി വരുമ്പോൾ അടിയിൽ ചവറ് പുതഞ്ഞ് കിടക്കുക. പിന്നെ അത് പോയി നമ്മളിടയിൽ കൂടെ പിറക്കണം. ഞങ്ങൾ പിറക്കാറില്ല. കഴിവിൻ്റെ മാക്സിമം പിറക്കാതെ അങ്ങ് പോകും. കാരണം ചവറ് അത്രയും സൈഡുകളിലുണ്ട്. ഈ കടകളിലും കടൽ തീരത്തും അടിയുന്ന ചവറുകൾ നമുക്ക് പിറക്കണം. അതുകൊണ്ട് കൗണ്ടുകളിൽ ഇരിക്കുന്നവരെ ഒഴിവാക്കണം. അവരെ തൂക്കാനിറക്കണം. അത് ആളും തരവൊന്നും നോക്കണ്ട. എല്ലാവരെയും തൂക്കാനിറക്കിയിട്ട് DTPC അവിടെ വരുമാനമുണ്ട്. അവിടുത്തെ ആളുകളെ DTPCയിലുള്ള ആളുകൾ കുറേ പേര് ചുമ്മാ ഇരിക്കുന്നത്. ഓഫീസിൽ 2 പേരിരുന്ന സ്റ്റാഫിന് പകരം ഇപ്പം എത്ര പേരാണ് ഓഫീസിൽ? ഇതുപോലെ എല്ലായിടവും ചെന്ന് നോക്കിയാൽ എല്ലാവരെയും കുറിച്ച് നല്ല വിശദമായിട്ട് അറിയാൻ പറ്റും മാഡം. ഒരുപാട് കൃത്രിമവും നമ്മുടെ ഈ ജോലിയിൽ ഇടയിലിരിക്കുന്നവർ കാണിക്കുന്നുണ്ട്. സൂപ്പർവൈസർമാർക്കായാലും ഒരാളോട് പ്രത്യേക പരിഗണന, ഒരാളോട് സ്നേഹം, ഒരാളോട് ഒരാളോട് വെറുപ്പ്, ഇങ്ങനെയൊക്കെയുള്ള തട്ടായി തരംതിരിച്ചുള്ള ഇത് സൂപ്പർവൈസർമാർ കാണിക്കുന്നത്. കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെയധികം കഷ്ടപ്പെടുന്ന ഒരു വിഭാഗമാണ് ശുചീകരണ തൊഴിലാളികൾ. ഈ തൊഴിലാളികൾക്ക് മതിയായ വേതനമോ സുരക്ഷയോ ലഭിക്കുന്നില്ല. മറ്റു തൊഴിലുകളെ അപേക്ഷിച്ച് സ്ഥാനക്കയറ്റവുമില്ല. അതിനാൽ പുതുതലമുറ ഈ തൊഴിൽ മേഖലയിലേക്ക് വരാൻ തയ്യാറാകുന്നില്ല. കടുത്ത അവഗണനയും അവജ്ഞയും സഹിച്ച്
തുച്ഛമായ വേതനത്തിൽ ധാരാളം പേർ ഈ മേഖലയിൽ പണിയെടുക്കുന്നു. നാടിനെ വെടിപ്പുള്ളതാക്കാൻ